അതായത് 42 വർഷമായിട്ട് വട്ടം കറക്കുന്ന ഒരു കേസ്. അതെ, ആ കേസ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം, വലിയൊരു ഇടവേളയ്ക്ക് ശേഷം. അതെ, സുകുമാരക്കുറുപ്പ് അല്ലേ? കേരള പോലീസിന് എത്രയോ വർഷങ്ങളായി വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു തലവേദനയാണ് കേരള പോലീസിൽ. അപ്പോൾ ഈ അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നത്. അപ്പോഴത്തേക്കാണ് പഴയ ഉദ്യോഗസ്ഥൻ ചില വെളിപ്പെടുത്തൽ നടത്തിയത്. അപ്പോൾ കാര്യങ്ങളാകെ മറിയാണ്. അപ്പോൾ അന്വേഷണം വീണ്ടും കൂടുതൽ ഉഷാറായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് അൻഫിലിറ്റ് ആണ്. അൻഫിലിറ്റ് ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അൻഫിലിറ്റ്, ഈ സുകുമാരക്കുറുപ്പ് വിദേശത്തുണ്ട് എന്നുള്ള ഒരു മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു അന്വേഷണത്തെ വീണ്ടും പ്രേരിപ്പിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായും മായ, ശ്രീജ. സുകുമാരക്കുറുപ്പിനെ 42 വർഷത്തോളം പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയും അന്വേഷണം തന്നെ പല ഘട്ടങ്ങളിൽ പുനരന്വേഷണം നടത്തുകയും അത് ക്ലോസ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു കേസാണ്. ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നമുക്കറിയാം 3 മാസം മുമ്പ് ഈ ഇത്തരത്തിലുള്ള കേസുകൾ, അതായത് ഒരു തുമ്പുമില്ലാതെ അവസാനിപ്പിച്ചിരുന്ന കേസുകൾ, അതെങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ആ കേസുകൾ ഒന്നുകൂടി പൊടിതട്ടിയെടുക്കുകയും അതിലൊരു കേസായിരുന്നു സുകുമാരക്കുറുപ്പ്. അതിൽ 1-2 മാസങ്ങൾക്ക് മുമ്പായിരുന്നു ക്രൈംബ്രാഞ്ച് പൊടിതട്ടിയെടുത്തത്. എന്നാൽ തുമ്പുകളൊന്നുമില്ല ലഭിച്ചില്ല എന്ന സാഹചര്യത്തിൽ അത് വീണ്ടും ക്ലോസ് ചെയ്തു. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് അന്ന് അന്വേഷണ സംഘത്തിൽ പല ഘട്ടങ്ങളിലായി അന്വേഷണ സംഘം നടത്തിയിരുന്നു. അതിലൊരു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അലി അക്ബർ, അദ്ദേഹം വിരമിച്ച ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് ഈ ബ്രൂണോയിൽ ജീവനോടെ ഇരിപ്പുണ്ട് സുകുമാരക്കുറുപ്പ് എന്ന് പറയുക, നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുകയാണ് എന്ന രീതിയിൽ ഒരു വെളിപ്പെടുത്തലുമായി അദ്ദേഹം വന്നു. അപ്പോൾ ആ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ, ഇപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് ഏതെങ്കിലും രീതിയിലുള്ള സൂചന ഉണ്ടെങ്കിൽ അത് മാധ്യമങ്ങളോടല്ല വെളിപ്പെടുത്തേണ്ടത് ഉദ്യോഗസ്ഥരോടാണ്. പക്ഷേ അതിന് അദ്ദേഹം പറയുന്ന ന്യായം, ഈ ചില ഉദ്യോഗസ്ഥരെ പോലെ അദ്ദേഹം പഴിചാരുകയാണ് അല്ലെങ്കിൽ ആരോപിക്കുകയാണ്. പലർക്കും സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താനല്ല, അദ്ദേഹത്തിനെ കണ്ടെത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പലരുടെയും ഭാഗത്ത് നടത്തും എന്നൊരു ആരോപണമൊക്കെയാണ് അദ്ദേഹം ഉയർത്തുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് രൂപസാദൃശ്യമുള്ള ഒരാളുടെ ചിത്രം പുറത്തുവിടുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ വലിയ രീതിയിൽ അഭ്യൂഹം ശക്തമാവുകയും ജീവനോടെയുണ്ട്, ബന്ധുക്കളുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന രീതിയിലുള്ള തെളിവുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് പുറത്തു വരികയും പ്രചരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിലെന്താണ് വാസ്തവം, ഇതിൽ ഏതെങ്കിലും രീതിയിലൊരു നിജസ്ഥിതി ഉണ്ടോ, വാസ്തവമുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായ ക്രൈംബ്രാഞ്ച് വീണ്ടും ഈ കേസ് റീഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ തെളിവുകൾ തേടി ഇന്റർപോളിൻ്റെ സഹായം തേടാനായി ഒരുങ്ങുന്നതും. അപ്പോൾ ഇന്റർപോളിൻ്റെ നോഡൽ ഓഫീസറായിരിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കും കത്ത് നൽകുക. കാരണം പ്രധാനമായി അന്വേഷിക്കുന്നത് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ രൂപസാദൃശ്യമുള്ള വ്യക്തി, ആ വ്യക്തി ആരാണെന്നതും അദ്ദേഹത്തിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോ ഇപ്പോൾ നിലവിലുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉറവിടവും അതോടൊപ്പം തന്നെയും അദ്ദേഹത്തിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാവും പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിക്കുക. അപ്പോൾ ഇത് ഉടനെ തന്നെ കത്ത് നൽകും, ഇന്റർപോളിന് കത്ത് നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ അതേസമയം ക്രൈംബ്രാഞ്ച് മേധാവിയും സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവർ ഒരു കൂടിയാലോചനയും ചർച്ച നടത്തിയതിന് ശേഷമാകും ഇത് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത്. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് സുകുമാരക്കുറുപ്പ് തന്നെയാണ് എന്ന രീതിയിലൊക്കെ തെളിവുകൾ ആ രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ അതെങ്ങനെ ഇനി ആ കേസുമായി മുന്നോട്ട് പോകണം, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഇന്റർപോളിന് കത്ത് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത്രയും ശക്തമായ രീതിയിലാണ് അഭ്യൂഹങ്ങൾ സുകുമാരക്കുറുപ്പിനെ കുറിച്ച് പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത്.